ഇന്ത്യക്കെതിരെ സിഡ്നിയിൽ നടക്കുന്ന 5ാം ടെസ്റ്റിൽ നിന്ന് രോഹിത് ശർമ്മ വിട്ടുനിന്നത് ക്രിക്കറ്റ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരുന്നു. സമീപകാലത്ത് ദയനീയ ഫോമിലൂടെ കടന്നു പോകുന്ന രോഹിത് മാറി നിന്നതോടെ ജസ്പ്രീത് ബുംറയാണ് ഈ മത്സരത്തിൽ ഇന്ത്യയെ നയിക്കുന്നത്. അതേസമയം രോഹിത് 5ാം ടെസ്റ്റിൽ കളിക്കാത്തതുമായി ബന്ധപ്പെട്ട് പിന്നാലെ ഒട്ടേറെ അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു. രോഹിത്തിനെ ഇന്ത്യ പുറത്താക്കിയതാണെന്നും താരത്തിന്റെ ടെസ്റ്റ് കരിയർ അവസാനിച്ചെന്നുമായിരുന്നു ഈ റിപ്പോർട്ടുകളിലൊന്ന്. സിഡ്നി ടെസ്റ്റിന് ശേഷം രോഹിത് വിരമിക്കൽ പ്രഖ്യാപിക്കുമെന്ന തരത്തിലും വാർത്തകളുണ്ടായി. എന്നാൽ സിഡ്നി ടെസ്റ്റിന്റെ 2ാം ദിനം പുരോഗമിക്കുന്നതിനിടെ ഇക്കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്തി രോഹിത് തന്നെ രംഗത്തെത്തിയിരുന്നു. ഞാൻ വിരമിച്ചിട്ടില്ല. കോച്ചുമായും സെലക്ടർമാരായും ഞാൻ നടത്തിയ സംസാരം വളരെ ലളിതമായിരുന്നു. എനിക്ക് റൺ സ്കോർ ചെയ്യാൻ സാധിക്കുന്നില്ല. ഫോമില്ല. ഇതൊരു പ്രധാനപ്പെട്ട മത്സരമാണ്. ഈ കളിയിൽ ഫോമിലുള്ള ഒരു കളിക്കാരനെ നമുക്ക് ആവശ്യമുണ്ട്. ബാറ്റിങ്ങിൽ നമ്മുടെ കളിക്കാരുടെ ഫോം അത്ര മികച്ചതല്ല. അതിനാൽ ഫോം ഇല്ലാത്ത ഒരുപാട് കളിക്കാരെ ടീമിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. ഈ കാര്യമായിരുന്നു ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നത്. അല്ലാതെ ഞാൻ എവിടെയും പോകുന്നില്ല എന്നാണ് രോഹിത് പറഞ്ഞത്. സിഡ്നി ടെസ്റ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള തന്റെ തീരുമാനത്തെ ടീം മാനേജ്മെന്റും സെലക്ടർമാരും പിന്തുണച്ചതായും രോഹിത് വ്യക്തമാക്കി. എന്നാൽ ടീമിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനം വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നുവെന്നും എന്നാൽ യുക്തിയുള്ളതായിരുന്നുവെന്നും ഇതിനൊപ്പം രോഹിത് കൂട്ടിച്ചേർത്തു. അതേസമയം രോഹിത് സിഡ്നി ടെസ്റ്റിൽ നിന്ന് മാറി നിന്നതോടെ ഏകദിന ടീമിലും അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി നഷ്ടമാകുമെന്ന തരത്തിൽ ചില വാർത്തകൾ വന്നിരുന്നു. ഫെബ്രുവരിയിൽ ആരംഭിക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഹർദിക് പാണ്ഡ്യയെ നായകനാക്കുന്ന കാര്യം ഇന്ത്യ പരിഗണിക്കുന്നുണ്ടെന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത്. എന്നാൽ സിഡ്നി ടെസ്റ്റിൽ നിന്ന് സ്വയം വിട്ടുനിന്നതാണെന്ന് രോഹിത് തന്നെ വെളിപ്പെടുത്തിയതോടെ ചാമ്പ്യൻസ് ട്രോഫിയിലെ നായക സ്ഥാനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനമില്ലാത്തവയായിരുന്നുവെന്ന് വ്യക്തമായിട്ടുണ്ട്. എന്നുവെച്ചാൽ രോഹിത് ശർമ്മ തന്നെയാകും ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യയെ നയിക്കുക എന്ന് ചുരുക്കം. ഫെബ്രുവരി 19 ആരംഭിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം 20 ബംഗ്ലാദേശിനെതിരെയാണ്. ഫെബ്രുവരി 23 പാകിസ്ഥാനെയും മാർച്ച് 2 ന്യൂസിലാൻഡിനെയും ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ നേരിടും. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം നടക്കുക ദുബായിലാണ്.